ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. അപ്പോൾ എല്ലാവരും ഓണപരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഉറപ്പായിട്ടും ഇംഗ്ലീഷിൽ 6 മാർക്ക് മേടിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. എല്ലാ എക്സാമിനും ഷുവറായിട്ടുണ്ടാകും. 6 മാർക്കാണ് ക്വസ്റ്റ്യന്. 6 മാർക്ക് ഈസിലി എങ്ങനെ സ്കോർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഫുൾ മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് നമുക്ക് പ്രൊഫൈലിന് ഒരു ഹെഡിങ് വേണം. ഹെഡിങ് എന്ന് പറയുന്നത് ആ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ആളുടെ പേര് തന്നെ ഹെഡിങ് ആയിട്ട് സെൻറ്ററിൽ ഫുൾ നെയിം എഴുതുക. അത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതിക്കോളൂ. അതിനുശേഷം ഫുൾ നെയിമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഫുൾ നെയിമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതിൽ നമുക്ക് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഹിൻസ് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ അവരുടെ ബർത്ത് ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഫുൾ നെയിം കൊടുത്തതിന് ശേഷം വാസ് ബോൺ ഓൺ. ഓക്കെ, അവിടെ ഒരു കംപ്ലീറ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20th January 1983 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓണിന് ശേഷം ആ ഡേറ്റ് ഫുള്ളായിട്ട് എഴുതാം. ഇനി ഇയർ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് കൊടുക്കുക. അതിനുശേഷം അവർ ജനിച്ച പ്ലേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ് ആ പ്ലേസിൻ്റെ പേര് എഴുതുക. അതിനുശേഷം കൺട്രിയുടെ പേര് ഇന്ന് കൊടുത്ത് കൺട്രിയുടെ പേര് എഴുതുക. ഇനി അടുത്തത് ഹി ഓർ ഷീ ഈസ് പോപ്പുലർലി നോൺ ആസ്. ഓക്കെ, ഇനി അവരുടെ പെൻ നെയിം, തൂലികാ നാമം എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഹീസ് ഓർ ഷീ ഈസ് പോപ്പുലർലി നോൺ ആസ് എന്നുള്ളത് ആ പേര് കൊടുക്കുക. ഇനി ചില സമയത്ത് ഹിൻസിൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: ഹി ഓർ ഷീ ഈസ് ഫേമസ് ആസ് എ റൈറ്റർ, പോയറ്റ് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ വരേണ്ടത്. ഇനി ചില സമയത്ത് മാത്രം അവരുടെ പാരൻസിൻ്റെ പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാരൻസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: ഹി ഓർ ഷീ വാസ് ബോൺ ടു മിസ്റ്റർ, അവിടെ ഫാദറിൻ്റെ പേര് എഴുതുക, ആൻഡ് മിസ്സിസ് അവിടെ മദറിൻ്റെ പേര് എഴുതുക. ഓക്കെ, ഇനി അവർ പഠിച്ച സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി എന്നിവരുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹി ഓർ ഷീ സ്റ്റഡീഡ് ഇൻ അവിടെ സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുക്കുക. ഇനി ചില സമയത്ത് മാത്രം അവരുടെ സ്പൗസ് എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഞാനിതിൽ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടില്ല എങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ നെയിം ഓഫ് ഹിസ് സ്പൗസ് ഈസ്, അല്ലെങ്കിൽ ഹിസ് ഓർ ഹിസ് സ്പൗസ് ഈസ് എന്ന് പറഞ്ഞാൽ ആ നെയിം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അവരുടെ അവാർഡിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഹി ഓർ ഷീ ഈസ് അവാർഡഡ് വിത്ത്, അപ്പോൾ 2-3 കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും എഴുതിയതിന് ശേഷം കോമ ഇടുക, അതിനുശേഷം രണ്ടാമത്തെ എഴുതുക, അതിനുശേഷം ആൻഡ് ചേർത്ത് 3ാമത്തെ അവാർഡിൻ്റെ പേര് എഴുതുക. ഇനി അടുത്തത് അവരുടെ വർക്കുകൾ, അവരുടെ ബുക്സിൻ്റെ പേരാണ് കൊടുക്കുക. അപ്പോൾ ഹിസ് ഓർ ഹർ മേജർ വർക്ക്സ് ആർ എന്ന് കൊടുത്ത് ഇതുപോലെ എത്രണ്ണം തന്നിട്ടുണ്ടോ 1 എഴുതിയിട്ട് കോമ ഇടുക, 2 എഴുതിയിട്ട് കോമ ഇടുക, 3 എഴുതിയിട്ട് കോമ ഇട്ട് ലാസ്റ്റത്തിന് മുമ്പായിട്ട് ആൻഡ് ചേർത്ത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഹി ഓർ ഷീ ഈസ് പാസ്ഡ് അവേ ഓൺ, ആ ഡേറ്റ് കൊടുക്കുക, അവർ മരിച്ച ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹി ഓർ ഷീ ഈസ് പാസ്ഡ് ഓൺ, ഫുൾ ഡേറ്റ് ആയിരിക്കും ഉണ്ടാകുക. ഇനി ഇയർ മാത്രമാണെങ്കിൽ ഓണിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇന്ന് കൊടുക്കണം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് ഷുവറാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഓണ എക്സാമിന് 6 മാർക്ക് മേടിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. 6 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനുകളിൽ ഒരു പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഏതാണെന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആകും. നമുക്ക് ഇവിടെ 6 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഈ 6 ചാപ്റ്റേഴ്സിലെ ഓതേഴ്സിൻ്റെ ആണ് പ്രൊഫൈലായിട്ട് നമുക്ക് ചോദിക്കുക. ഇതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള പ്രൊഫൈലിൽ ഒന്ന് പ്രൊഫൈൽ റൈറ്റിംഗ് ഓഫ് മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പായിട്ട്. ഇനി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള വേറൊരു ഇതാണ് മജീദ് മജീദിയുടെ പ്രൊഫൈൽ റൈറ്റിംഗ്. ഓക്കെ, മജീദ് മജീദിയുടെ പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞൊരു എക്സാമുകൾക്ക് ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രൊഫൈൽ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി 6 മാർക്ക് സ്കോർ ചെയ്യാം. ഇനി ഏത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എങ്ങനെ എഴുതണം എന്നുള്ള ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സ്കോർ 6 മാർക്ക്. അപ്പോൾ എല്ലാവരും 6 മാർക്ക് മേടിച്ചോണം. പ്രൊഫൈലിലെ മാർക്കിൽ ആർക്കും ഫുൾ മാർക്ക് ഇല്ലാതെ വരരുത്. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ മനസ്സിലായില്ലേ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.